നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരമാണ് കൊല്ലം സുധി. ടെലിവിഷൻ പരിപാടികളിലൂടെ മലയാളികളെ ചിരിപ്പിച്ച സുധിയുടെ വേർപാട് ഏറെ വേദനയോടെയാണ് കേരളക്കര കേട്ടത്. സുധിയുടെ മരണശേഷം കടുത്ത സൈബർ ആക്രമണമാണ് ഭാര്യ രേണുവിന് നേരിടേണ്ടി വന്നത്. രേണു റീൽ ചെയ്യുന്നതിനെയും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനെയും എല്ലാമാണ് ചിലർ വിമർശിച്ചത്. തന്റെ ഏറ്റവും വലിയ സ്വപ്നം ബാക്കിയാക്കിയാണ് സുധി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ഭാര്യയ്ക്കും മക്കൾക്കുമായി ഒരു കൊച്ചു വീടായിരുന്നു സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. വിശ്രമമില്ലാതെ സ്റ്റേജ് ഷോകളിൽ അടക്കം സജീവമായി നിന്നതും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. സുധിയുടെ മരണശേഷം ആ ആഗ്രഹം സഫലമാകുകയാണ്. നടന്റെ വേർപാടിന് ശേഷം KHDEC എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സുധിയുടെ കുടുംബത്തിന് സൗജന്യമായി വീട് വെച്ച് നൽകുന്നത്. തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിൽ മാടപ്പള്ളിക്ക് സമീപം പ്ലാന്തോട്ടം കവലയിലുള്ള 7 സെന്റ് സ്ഥലത്താണ് സുധിക്ക് വീടൊരുങ്ങുന്നത്. താരത്തിന്റെ മക്കളായ റിധുലിന്റെയും രാഹുലിന്റെയും പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തത്. ആംഗ്ലിക്കൻ സഭയുടെ ഡയസിസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ 13ാമത് മിഷണറി ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പാണ് കുടുംബസ്വത്തിലെ സ്ഥലം സുധിക്ക് വീട് വെക്കാൻ വിട്ടു നൽകിയത്. കഴിഞ്ഞ വർഷമാണ് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ വീടിന്റെ പ്രവർത്തികൾ ഏകദേശം പൂർത്തിയായി. മിനുക്ക് പണികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. കുറച്ചു ദിവസം മുൻപ് വീടിന് നൽകാൻ പോകുന്ന പേര് സുധിലയം എന്നാണെന്ന് ഭാര്യ രേണു നെയിം പ്ലേറ്റിന്റെ ഫോട്ടോ പങ്കിട്ട് വെളിപ്പെടുത്തിയത്. ഷോർട്സ്. അതേസമയം ഒരു വിഭാഗം ആളുകൾ ഫ്ലവേഴ്സ് ചാനലാണ് സുധിയുടെ കുടുംബത്തിനായി വീടൊരുക്കുന്നതെന്നാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ ഫ്ലവേഴ്സിന്റെയും സഹകരണം ലഭിച്ചിട്ടുണ്ടെന്നല്ലാതെ വീട് പൂർണ്ണമായും ഏറ്റെടുത്ത് പണിയുന്നത് KHDC എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ KHDC ഗ്രൂപ്പ് ഫൗണ്ടർ ഫിറോസ് വീടിനെ കുറിച്ച് സംസാരിക്കവേ വ്യക്തമാക്കി. കൂടാതെ 24 ഫ്ലവേഴ്സ്, KS പ്രസാദ്, ടിനി അലക്സ് എന്നിവർക്ക് ഈ വീട് നിർമ്മാണത്തിലുള്ള പങ്ക് തങ്ങൾ ഒരിക്കലും ചെറുതായി കാണുന്നില്ലെന്നും അത് ഓപ്പണായി തന്നെ എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും ഒരു വിവാദത്തിനും തങ്ങളില്ലെന്നും ഫിറോസ് പറഞ്ഞു. തങ്ങൾക്ക് ക്രെഡിറ്റ് ആവശ്യമില്ലെന്നും ആര് നിർമ്മിച്ചാലും സുധിയുടെ കുടുംബത്തിന് ഒരു വീട് ലഭിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂവെന്നും ശ്രീകണ്ഠൻ നായരും വ്യക്തമാക്കി. അതേസമയം സുധിയുടെ 2 മക്കളുടെയും വിദ്യാഭ്യാസ ചിലവുകൾ വഹിക്കുന്നത് ഫ്ലവേഴ്സാണ്. വീടിനായുള്ള ഫർണിച്ചറുകൾ വരെ പലരും നല്ല മനസ്സും മൂലം സുധിയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതുവരെ ഫർണിച്ചറുകൾ അടക്കം 20 ലക്ഷത്തിന് മുകളിൽ തുക വീടിനായി ചിലവഴിച്ചതായും ഫിറോസ് പറഞ്ഞു. വീട് പണിയുടെ തുടക്കം മുതൽ ഞാനുണ്ട്. കെട്ടിടം പണി എനിക്കും അറിയാം. ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായാണ് എല്ലാ കാര്യങ്ങളും ഈ വീടിന് വേണ്ടി എല്ലാവരും ചെയ്തിരിക്കുന്നത്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു കുറവും പറയാനില്ല. 100% തൃപ്തിയുണ്ടെന്നാണ് സുധിയുടെ ഭാര്യ പിതാവ് തങ്കച്ചൻ പറഞ്ഞത്. ചിങ്ങത്തിൽ വീടിന്റെ ഗൃഹപ്രവേശം നടത്താനാണ് തീരുമാനമെന്നും പറഞ്ഞിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.